കുട്ടിപ്പോൾ ആരാന്ന് മനസ്സിലായോ? ഇതിന്റെ കസിൻസ് ആണ് കേട്ടോ. നാട്ടിൽ വന്നപ്പോഴത്തേക്ക് 2 ദിവസം ഞങ്ങളുടെ കൂടെ ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രം മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങാനുള്ള സമയമൊന്നും ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ ആദ്യം തന്നെ ലുലുമോളിലോട്ടാണ് പോയിട്ടോ. ലുലുമോളാണല്ലോ നമ്മൾ ചുറ്റിക്കറങ്ങുന്ന സ്ഥലം. ആദ്യം തന്നെ ഒരു ചിന്ന ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നേരെ സ്റ്റുഡിയോയിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. പിള്ളേരെന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നെങ്കിൽ നമ്മളൊന്ന് സാധിച്ചു കൊടുക്കും. അതുകൊണ്ട് നേരെ നമ്മൾ ഫൺ ടൂറിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ഞാനും വീട്ടിൽ മാത്രം വരുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരാറിയില്ല. ആദ്യം തന്നെ കിച്ചുവിന് ഈ ഒരു ഐറ്റത്തിൽ കയറണം എന്ന് പറഞ്ഞു. ഇത് കണ്ടപ്പോൾ തന്നെ തലറങ്ങിയതുകൊണ്ട് ഞാൻ നൈസായിട്ടൊന്ന് മാറി നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പാവ എടുക്കാൻ വേണ്ടിയിട്ട് എന്തോരം ശ്രമിച്ചെന്ന് പറഞ്ഞാൽ സത്യം പറയില്ല, ഇതൊരു വൻ ഉടായ്പ സാധനം. നമ്മൾ എങ്ങനെയെങ്കിലും ഒരു പാവ അങ്ങോട്ട് എടുക്കാൻ വരുമ്പോഴത്തേക്ക് തന്നെ അതങ്ങ് കൈവിടുക ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇത് നടക്കത്തില്ലെന്ന് മനസ്സിലായപ്പോൾ കാർ ഓടിക്കാൻ വേണ്ടിയിട്ട് പോയി. ഔപതിയായിരുന്നു കേട്ടോ എൻ്റെ ഡ്രൈവർ. ആദ്യം കിച്ചു ഞങ്ങളെ ഓടിച്ചിട്ട് ഇടിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് കിച്ചുവിനെ ഓടിച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊരു ഇടിക്കളമായി മാറി. ഞാൻ ആ സീറ്റിൽ തന്നെ നോട്ടിട്ടുണ്ട്. അവിടെ നാളെ ഇറങ്ങുമ്പോൾ ഓടിപ്പോയി നമുക്ക് ഇരിക്കണമെന്ന് ദ്രൗപുനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളത് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വിളിച്ച് തളർന്ന് വിശന്ന് വരഞ്ഞു വന്നപ്പോൾ ഇവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങളൊരു ബോബയും കുടിച്ച് നേരെ വീട്ടിൽ പോയി. ആ ബാക്കി വിശേഷങ്ങൾ അടുത്ത വ്ലോഗിൽ കാണാം.